ഒരു പെൺകുട്ടി, അവൾക്ക് 28 വയസ്സ്, വിവാഹം കഴിഞ്ഞു. എന്നാൽ ഇതുവരെയും മക്കളില്ല. അവളുടെ 23 വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത്. 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. ഈ കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് വലിയൊരു കുറവായി തന്നെ കാണാൻ തുടങ്ങി. സത്യത്തിൽ അവൾക്കോ അവളുടെ ഭർത്താവിനോ കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് വലിയ കാര്യമാക്കിയില്ല. നിനക്ക് ഞാനും എനിക്ക് നീയുമുണ്ട് എന്നവർ കരുതി. എന്നാൽ അവർക്ക് ചുറ്റുമുള്ളവർ, കൂട്ടുകാർ, ബന്ധുക്കൾ, കുടുംബം, കാണുന്നവർ പോലും കുഞ്ഞുങ്ങളില്ലേ, 5 വർഷമായിട്ടും ഇതുവരെ കുഞ്ഞുങ്ങളില്ലേ, ഇങ്ങനെ ചോദിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങി. ഇവർക്കാണ് കുഞ്ഞില്ലാത്തത്. എന്തുകൊണ്ട് അവർ വേദനിക്കണം? അവരുടെ വേദന ഇവരോട് പറഞ്ഞ് ഇവരെയും വേദനിപ്പിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയാണ്. അവളുടെ ബന്ധുക്കളായാലും സാരമില്ല, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ ഇത് കഴിക്ക്, നിന്റെ ഭർത്താവിന് അതുണ്ടാക്കി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളെ മനോവിഷമത്തിലാക്കും. ഒരു ദിവസം അവൾ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ഭർത്താവ് കൂടെയില്ല. ഭർത്താവ് എപ്പോഴും ജോലി തിരക്കിലായിരിക്കും. വീട്ടിൽ വരുന്നത് തന്നെ വളരെ കുറവായിരിക്കും. അവളും വലിയ ദുഃഖത്തിലായതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം താമസിക്കാം എന്നാണ് പോയത്. എന്നാൽ വീട്ടിലെത്തിയതും അമ്മയും അച്ഛനും അവളെ വഴക്ക് പറയാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞു, അവനെ കല്യാണം കഴിക്കണ്ട, നീ കേട്ടില്ല, നിനക്കിപ്പോ കുഞ്ഞില്ല. മാതാപിതാക്കളുടെ സമ്മതമില്ലാതെയാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചത്. ഒരു കുഞ്ഞൊക്കെ ജനിച്ചാൽ അവർ സമ്മതിക്കും എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. എവിടെ തിരഞ്ഞാലും ഈ കുഞ്ഞ് എന്ന വാക്ക് അവരെ വിട്ട് പോയതേയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുറച്ച് ദിവസം ഒന്ന് താമസിക്കാനാണ് വന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. അത്രയും വലിയ വീട്ടിൽ അവൾ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവളും അവളുടെ ഭർത്താവും നല്ല സന്തോഷത്തിലായിരുന്നു. എന്നാൽ 1-2 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഇടയിലുള്ള സ്നേഹം കുറയാൻ തുടങ്ങി. ഭർത്താവിന് അവളുടെ താല്പര്യം കുറയാൻ തുടങ്ങി. സ്നേഹം കിട്ടുന്നില്ല. എവിടെ തിരഞ്ഞാലും എല്ലാവർക്കും പറയാനുള്ളത് കുഞ്ഞിൻ്റെ കാര്യം മാത്രം. അച്ഛനും അമ്മയും പോലും വേദനിപ്പിക്കുന്നു, വഴക്ക് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അവൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്. അതവളുടെ കൂട്ടുകാരിയായിരുന്നു. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. കാരണം ആ സമയം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും കൂട്ടുകാരി വിളിക്കുന്നു. അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറഞ്ഞു. അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ കൂട്ടുകാരിക്ക് മനസ്സിലായി കരയുകയാണെന്ന്. നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ആ ഒരു സംസാരം എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ടുപോകാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കൂട്ടുകാരി നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവളെ കൊണ്ട് അടക്കി പിടിക്കാനായില്ല. പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാരിയോട് അവളെല്ലാം പറയാൻ തുടങ്ങി. ഈ സമയം കൂട്ടുകാരി പറഞ്ഞത്, നീ വിഷമിക്കേണ്ട, ഒരു വഴിയുണ്ട്, ഞാൻ നിന്നെ ഒരാളുടെ പക്കൽ കൊണ്ടുപോകാം, അയാൾക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകും, തീർച്ചയായും അയാൾ നിന്നെ സഹായിക്കുമെന്ന്. ആ ഫ്രണ്ട് പറഞ്ഞ ആ ഒരാൾ അതൊരു മന്ത്രവാദിയായിരുന്നു. അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. പോകണ്ട എന്നൊന്നും പറഞ്ഞില്ല. ശരി വാ പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് ആ മന്ത്രവാദിയെ കാണാൻ പോയി. അയാളുടെ അടുത്ത് ചെന്നതും കല്യാണം കഴിഞ്ഞു, ഇത്ര വർഷമായി കുഞ്ഞുങ്ങളില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള അവളുടെ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. എന്തെങ്കിലും വഴിയുണ്ടോ എന്നും ചോദിച്ചു. അയാളും കണ്ണടച്ചുകൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കുറച്ച് മന്ത്രങ്ങളടങ്ങിയ ഒരു പേപ്പർ കൊടുത്തു. ഇതെല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് വായിക്കാൻ ആവശ്യപ്പെടുന്നു, മറക്കാതെ വായിക്കണം എന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും രണ്ടുപേരുടെ വീട്ടിലേക്കും പോയി. ഈ മന്ത്രവാദി പറഞ്ഞതുപോലെ അവൾ രാത്രിയായപ്പോൾ ആ മന്ത്രങ്ങളടങ്ങിയ ചെറിയ പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇതൊക്കെ തെറ്റാണ്, വേണ്ട എന്നൊന്നും അവൾക്ക് തോന്നിയില്ല. മുഴുവനും വായിച്ച് അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അവൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല. അവൾ ആ പേപ്പർ മടക്കി മേശയ്ക്ക് മുകളിൽ വെച്ച് ഉറങ്ങാനായി കിടന്നു. ഇങ്ങനെ അല്പസമയം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ആരോ കുളിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു. ഷവറിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദമായിരുന്നു കേട്ടത്. വീട്ടിൽ അവളുണ്ട്. തൊട്ടടുത്ത് അവളുടെ ഭർത്താവ് കിടന്നുറങ്ങുന്നുണ്ട്. ആ വീട്ടിലാണെങ്കിൽ മറ്റാരും തന്നെ ഇല്ല. പിന്നെ ആരാണ് അതിനകത്ത് കുളിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ ആ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിൽ ലക്ഷ്യമാക്കി പതുക്കെ നടന്നു. ഇപ്പൊ പെട്ടെന്ന് ഭർത്താവ്, സയൻ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. ഇപ്പൊ അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. തന്റെ ഭർത്താവ് തന്നെയാണ് തന്നെ വിളിച്ചതെന്ന് അവൾ ഒരു സെക്കൻഡ് ചിന്തിച്ചു. കാരണം രണ്ടുപേരും ഒരേ വീട്ടിലാണ്, ഒരുമിച്ചാണ് താമസിക്കുന്നത്. എങ്കിൽ പോലും പരസ്പരം സംസാരിക്കാറില്ല, പരസ്പരം പേരുകൾ വിളിക്കാറില്ല.
പെട്ടെന്ന് അവളുടെ പേര് പറഞ്ഞ് ഭർത്താവ് വിളിച്ചതും അവൾക്ക് വിശ്വസിക്കാനായില്ല. അങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കിയിട്ട് ബാത്റൂമിൽ എന്തോ ശബ്ദം കേൾക്കുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അതിന് ഭർത്താവും നീ പോകണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കട്ടിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂം കതക് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആരും തന്നെ ഇല്ല. ഷവറും ഓണായിട്ടൊന്നുമില്ല, വെള്ളം പോകുന്നൊന്നുമില്ല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അയാൾ ആ കതകടച്ച് മുറിക്കുള്ളിലേക്ക് വന്നു. ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. രാവിലെ ഏകദേശം ഒരു 9-10 മണിക്ക് ഭാര്യ എഴുന്നേൽക്കുന്നു. കട്ടിലിൽ ഭർത്താവിനെ കാണാനില്ല. ജോലിക്ക് പോയിട്ടുണ്ടാകും എന്നവൾ കരുതി. കുളിക്കാനായി ബാത്റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഫോൺ വൈബ്രേറ്റ് ആകുന്ന ശബ്ദം അവൾ കേട്ടു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് തന്റെ ഭർത്താവ്. വളരെ സന്തോഷത്തോടു കൂടി ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനായി വരുന്ന സമയത്തായിരുന്നു അടുത്ത ഭാഗത്ത് ഭർത്താവ് അവളെ വഴക്ക് പറയാൻ തുടങ്ങി. എത്ര സമയമായി വിളിക്കുന്നു, ഫോൺ എടുത്താൽ എന്താ, എവിടെയായിരുന്നു എന്ന് ചോദിച്ച് വഴക്ക് പറയാൻ തുടങ്ങി. അവളും ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഇപ്പോഴാണ് എഴുന്നേറ്റത്, ഫോൺ വൈബ്രേറ്റ് ആയ ശബ്ദം ഞാൻ ഇപ്പോഴാണ് കേട്ടത്, ഫോൺ സൈലന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് ഭർത്താവും ശരി നീ എന്ത് വേണമെങ്കിലും ചെയ്യ്, ഞാൻ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഫോൺ അപ്പം തന്നെ കട്ട് ചെയ്തു. അവൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? ഇന്നലത്തെ പോലെ ഇന്നും വീട്ടിൽ വരില്ലെന്നോ? അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത്, എൻ്റെ അടുത്തുണ്ടായിരുന്നത്? അവൾക്കൊന്നും മനസ്സിലായില്ല. അവളുടെ മനസ്സിൽ പല ചിന്തകൾ വന്നു പോകാൻ തുടങ്ങി. അപ്പോൾ ഇന്നലെ വന്നതാരാണ്? എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയതാരാണ്? ഒരുപക്ഷെ ആ മന്ത്രവാദി പറഞ്ഞത് ഫലിച്ചോ? എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണോ? പക്ഷെ അപ്പോൾ പോലും അവൾ ഭയപ്പെട്ടില്ല. അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമായിരുന്നു. എങ്കിലും അവൾക്ക് തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇതിനുശേഷം അവൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ആ ഒരു മന്ത്രം വായിക്കാൻ തുടങ്ങും. അങ്ങനെ അത് പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ ഭർത്താവ് ആ മുറിയിലേക്ക് വരും. രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങും. ചില സമയത്ത് അവൾക്ക് തന്നെ തോന്നാറുണ്ട്, തൻ്റെ അടുത്ത് കിടക്കുന്നത് തൻ്റെ ഭർത്താവാണോ അതോ ഭർത്താവിൻ്റെ രൂപത്തിലുള്ള മറ്റാരെങ്കിലും ആണോ എന്ന്. എങ്കിൽ പോലും അവൾ ഭയപ്പെട്ടില്ല. ഭർത്താവ് തന്നെയല്ലേ ഇത്, ഭർത്താവിനെ പോലെ തന്നെ ഉണ്ടല്ലോ, ഭർത്താവ് തന്നെ എന്ന് ചിന്തിച്ച് കൂടെ കിടക്കും. ചില ദിവസങ്ങൾക്ക് ശേഷം അവൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി, നെഗറ്റീവായിരുന്നു. അങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിലായി അവൾ വീണ്ടും 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 ടെസ്റ്റ് ചെയ്തു, അപ്പോഴും നെഗറ്റീവ്. പെട്ടെന്നൊരു ദിവസം പോസിറ്റീവ് എന്ന് വന്നു. അത്രയേറെ സന്തോഷം. ഉടനെ ക്ലിനിക്കിൽ ചെന്ന് പരിശോധിക്കുന്നു. ഡോക്ടറും നിങ്ങൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അതേ സന്തോഷത്തിൽ അവിടെ വെച്ച് തന്നെ അവൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഫോൺ വിളിച്ച് താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിയിച്ചു. അവർക്കും ഒരുപാട് സന്തോഷം. ഉടനെ തന്നെ മകളെ കാണാനായി അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു. ആർക്കും യാതൊരു സംശയമില്ല, ഭർത്താവിന് പോലും സംശയമില്ല. ഞാൻ ജോലി തിരക്കിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവൾ ഗർഭിണിയായത് എന്നൊന്നും അയാൾ ചിന്തിച്ചില്ല. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. എന്നാൽ അവൾ ഗർഭിണിയായതിനു ശേഷം പോലും ആ മന്ത്രങ്ങൾ വായിക്കുന്നത് അവൾ അവസാനിപ്പിച്ചില്ല. അങ്ങനെ മന്ത്രങ്ങൾ പറഞ്ഞ ചില സമയത്തിനുള്ളിൽ ഭർത്താവ് മുറിയിലേക്ക് വരും. ആ ഒരു സമയത്ത് പോലും അവർ തമ്മിൽ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടും. ഏകദേശം അവൾക്ക് 7 മാസമാകുന്നവരെയും അവൾ ആ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ വയറ് വലുതായി, വല്ലാത്ത ക്ഷീണം തോന്നി. അങ്ങനെ ആ മന്ത്രങ്ങൾ പറയുന്നത് അവസാനിപ്പിച്ചു. പക്ഷെ അത് അവസാനിപ്പിച്ചു എന്നുള്ള കാര്യം അവൾ മന്ത്രവാദിയോടൊന്നും പറഞ്ഞില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ അവസാനിപ്പിച്ചു. ആദ്യത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല, രണ്ടാമത്തെ ദിവസവും ഒന്നും സംഭവിച്ചില്ല, മൂന്നാമത്തെ ദിവസം അപ്പോഴും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ചില ആഴ്ചകൾ കഴിഞ്ഞ് അവൾ ആ മന്ത്രങ്ങൾ തന്നെ മറന്നുപോയി. ഇങ്ങനെ ഒരു സംഭവം നടന്നു, മന്ത്രവാദിയെ കണ്ടു, ഒന്നും തന്നെ ഓർമ്മയില്ല. ഒരു ദിവസം അവൾ മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആ മുറിക്ക് പുറത്തായി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ അവൾ അവളുടെ വയറ് തൊട്ടു നോക്കി. പക്ഷേ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് പുറത്താണ്. പതുക്കെ എഴുന്നേറ്റ് കതക് തുറന്നു. കതക് തുറന്ന ഉടനെ കാണുന്നത് മുൻപിൽ താഴേക്കിറങ്ങുന്ന പടിയാണ്. ആ പടിക്കടുത്തായി വലിയൊരു ചുമരുണ്ട്. ആ ചുമരോട് ചേർന്ന് കറുത്ത് ഇരുണ്ട ഒരു വലിയ രൂപം അവൾ കണ്ടു. അതവളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. വളരെ ഭയാനകമായ ഒരു രൂപമായിരുന്നു അത്. ആ രൂപമായിരുന്നു കുഞ്ഞ് കരയുന്നത് പോലുള്ള ശബ്ദമുണ്ടാക്കിയത്. ആ രൂപം സത്യത്തിൽ ഗണ്ടുരു. ഇതൊരു ഇന്തോനേഷ്യൻ ഗോസ്റ്റാണ്. ഇതിന് മറ്റൊരാളെ പോലെ രൂപം മാറാൻ സാധിക്കും. ഇവയ്ക്ക് സ്ത്രീകളെയാണ് ഒരുപാട് ഇഷ്ടം. ഭർത്താവിൻ്റെ രൂപത്തിൽ വന്നതും ഇത് തന്നെയാണ്. ഇതിനെ കണ്ടതിന് ശേഷം അവൾക്ക് ഭയം വരാൻ തുടങ്ങി. അത്രയും ദിവസമില്ലാത്ത ഭയം പെട്ടെന്ന് വരാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ നിലവിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് അച്ഛനുമായി ഓടിയെത്തി. എന്ത് പറ്റിയെന്ന് മകളോട് ചോദിച്ചു. എന്നാൽ ആ സമയത്ത് ചുമരിൽ അങ്ങനെ ഒരു രൂപമില്ലായിരുന്നു. അപ്പോഴും അവൾ കരയുന്നുണ്ടായിരുന്നു. താൻ എന്തോ തെറ്റ് ചെയ്തു, താൻ ചെയ്തത് തെറ്റാണോ എന്നവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഒരു ചോദ്യം വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും ദിവസം തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ ഭർത്താവല്ല, ഈ ഒരു സാത്താനാണ്.
അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവളുടെ അമ്മയും എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾ ആ ചുമരിനെ ചൂണ്ടിക്കാണിച്ചു. അവളുടെ അമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും തന്നെയില്ല. എന്നാൽ അവളുടെ കരച്ചിലും ഭയവും കണ്ടപ്പോൾ അവളുടെ അമ്മയ്ക്ക് എന്തോ സംശയം തോന്നി. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അവളെ നോക്കി ചോദിച്ചു. ആ സമയത്തുണ്ടായിരുന്ന ഭയത്തിൽ അവൾ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇത് അവളുടെ അമ്മയ്ക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. അപ്പോൾ വയറിനുള്ളിലുള്ളത് സത്യത്തിൽ നിന്റെ കുഞ്ഞല്ലേ? നീ മറ്റെന്തിനെയാണ് ചുമന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് വളരുന്നത് എന്ന് പോലും നിനക്കറിയില്ല. ഉടനെ അവളുടെ അമ്മ അവളെ ഒരു പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അവളെ മുൻപിലിരുത്തി ചില പൂജകൾ ചെയ്യാൻ തുടങ്ങി. അത് ദിവസങ്ങളോളം നീണ്ടു നിന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ വയറ് ചെറുതാകാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ വയറിന്റെ വലിപ്പം കുറഞ്ഞു വരാൻ തുടങ്ങി. അടുത്ത ചില ആഴ്ചയിൽ അവളുടെ വയറിനകത്ത് കുഞ്ഞേ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. അത്രത്തോളം വയറ് ചെറുതായി. ആ കുഞ്ഞിനെ തന്നെ കാണാനേ ഇല്ല. ഇപ്പോഴാണ് ആ പൂജാരി പറയുന്നത്, നിങ്ങൾ ഇത്രയും ദിവസം ചുമന്നുകൊണ്ടിരുന്നത് ഒരു മനുഷ്യ കുഞ്ഞിനെ അല്ല, അതൊരു സാത്താൻ്റെ കുഞ്ഞാണ്. കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ പോലും കാണാൻ ഒരു മനുഷ്യരൂപമായിരിക്കും. എന്നാൽ അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ആപത്തായി മാറും. ആ കുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം തന്നെ എടുക്കും, ഒരുപക്ഷെ ജീവൻ വരെ എടുത്തിരിക്കും. എന്നാൽ ഭാഗ്യത്തിന് ആ കുഞ്ഞ് ജനിച്ചില്ല. അവളുടെ ഭർത്താവിന് ഇക്കാര്യങ്ങളൊന്നും ഇന്നുവരെയും അറിയില്ല. കുഞ്ഞിന് എങ്ങനെയോ നഷ്ടമായി എന്നുള്ളത് മാത്രമേ അറിയാവൂ. മറ്റൊന്നും തന്നെ ആരും പറഞ്ഞില്ല. ഈ ഗണ്ടുരുവോ എന്ന പ്രേതത്തെ ഇന്തോനേഷ്യയിലെ ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുമുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റിൽ പറയുക. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.